പരിതിലെങ്ങും പരവശരാശ്വാസം പാരം പ്രാപിപ്പാൻ പരമപദസ്ഥിതനാം പാതാ പരനുടെ പരിമളഭാജനമേ പരികീർത്തിതനാം പരിശുദ്ധ പരുമലമരുവും തിരുമേനി ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി സ്വയമർപ്പിച്ചവനെ ആജീവനവുമനന്തരവും ദിവ്യാത്ഭുതകരനേ ദിവ്യ പരനുടെ പരിമളഭാജനമേ പരുമലമരുവും തിരുമേനി ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ശാശ്വത ജീവിതവും നിർമ്മലരാജിക്കും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 109ാമത് ഓർമ്മ പെരുന്നാൾ പരുമലയിൽ സമാരംഭമായി. ഭാരതത്തിലെ തന്നെ പരിശുദ്ധനാണ് പരുമല മാർ ഗ്രിഗോറിയോസ്. മുളന്തുരുത്തിയിൽ അദ്ദേഹം ജനിച്ചു, വളർന്നു, ആത്മീയമായ തേജസ്സും ചൈതന്യവും പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷ സവിസ്തരമായി നടന്നത് മലങ്കരയുടെ തെക്കൻ ഭദ്രാസനങ്ങൾ കേന്ദ്രീകരിച്ചാണ്. പരുമല മാർ ഗ്രിഗോറിയോസിൻ്റെ കർമ്മഭൂമിയാണ് പരുമല. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പരുമല. അനേകായിരങ്ങൾക്ക് ആത്മശാന്തിയും സ്നേഹ സൗഹൃദവും ആശ്വാസവും പകരുന്ന പുണ്യഭൂമിയാണ് പരുമല. നവംബർ 1-2 തീയതികളിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിൽ ചാത്തുരുത്തി ശ്രീ മത്തായിയുടെയും ശ്രീമതി മറിയാമ്മയുടെയും ഇളയ പുത്രനായി 1848 ജൂൺ 15 ജനിച്ചു. 1857 സെപ്റ്റംബർ 26 കോറുയോ പട്ടം സ്വീകരിച്ചു. 1865 കസീസായും തുടർന്ന് കോർപ്പിസ്കോപ്പ ആയും ഉയർത്തപ്പെട്ടു. 1872 ഏപ്രിൽ 7 എറമ്പാസ്ഥാനം സ്വീകരിച്ചു. 1876 ഡിസംബർ 10 ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന നാമധേയത്തിൽ മെത്രാപ്പൊലീത്ത ആയി അഭിഷേകം ചെയ്തു. നിരണം, തുമ്പമൺ, കൊല്ലം ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്ത ആയി ചുമതലയേറ്റു. മലങ്കരയുടെ പരിശുദ്ധനായ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 109ാമത് ഓർമ്മ പെരുന്നാളാണ് നവംബർ 1-2 തീയതികളിൽ മലങ്കര സഭ ആകമാനം ആഘോഷിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനാണ്
പരിമല മാർ ഗ്രിഗോറിയോസ് തിരുമേനി മലങ്കരയുടെ മാത്രമല്ല ഭാരതത്തിലെ തന്നെ ആദ്യത്തെ പരിശുദ്ധനാണ്. മലയാളിയായ പരിശുദ്ധൻ. നാനാജാതി മതസ്ഥർക്ക് അഭയകേന്ദ്രമാണ് പരിമലയെന്ന ഈ പുണ്യഭൂമി. പ്രശസ്തമായ പമ്പാ നദിയുടെ തീരത്ത് പരിമലപ്പള്ളി ഉയർന്നു നിൽക്കുന്നു. അനേകായിരങ്ങൾ എല്ലാ വർഷവും പരിമലയിൽ എത്തിച്ചേരുന്നു. അവരുടെ വിഷാദങ്ങൾക്ക്, വേദനകൾക്ക്, സംഘർഷങ്ങൾക്ക് പരിമല തിരുമേനി ആശ്വാസം പകരുന്നു. ഇവിടെ എത്തുന്നവരുടെ പ്രാർത്ഥന ഒന്നു മാത്രം: പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കണമേ എന്നാണ് ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ അപേക്ഷയും യാചനയും പ്രാർത്ഥനയും. 109ാമത് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇപ്പോൾ തിരിതെളിഞ്ഞിരിക്കുകയാണ്. പമ്പാ നദിയുടെ കൈവഴിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. 109 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 180 വർഷങ്ങൾക്ക് മുമ്പ് പരിമല തിരുമേനി വള്ളത്തിൽ വന്നിറങ്ങിയ സ്ഥലമാണിത്. അദ്ദേഹം 1902 നവംബർ 2 കാലം ചെയ്തു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കർമ്മഭൂമിയാണ് ഈ നദിയും ഈ പുഴയും ഈ ഭൂമിയും. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇവിടെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് തീർത്ഥാടന ഭൂമിയായി തീർന്നത്. പ്രശസ്തമായ പമ്പാ നദിയുടെ കരയിൽ പരിമല തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്നു. സ്തോത്രം ചെയ്യുവാനായിട്ട് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പാരം ചെയ്യുമ്പോൾ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ.
ഞാൻ മറന്നില്ല. പാപികൾ എനിക്കായിട്ട് കണികൾ വെച്ചു, എന്നാൽ ജ്ഞാനികളെന്നേക്കും സത്യത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ. നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനുഭവകാത്ത നല്ല ഉന്നത്യവും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. മലിനമായ വിജാതിപുത്രിയെ സ്നേഹമുഖാന്തരം തനിക്ക് വിവാഹം നിശ്ചയിക്കുകയും തന്റെ സോപ്പായാൽ അവളെ കഴിവെടുപ്പാക്കുകയും തന്റെ നിർമ്മല മണവാട്ടിയാക്കി തീർക്കുകയും ദിവ്യന്മാരെയും സ്നേഹന്മാരെയും സഹോദരന്മാരെയും അവളുടെ കല്യാണത്തിന് ക്ഷണിച്ചു വരുത്തി അതിനുവേണ്ടി മഹത്തരമായ ഒരു വിരുന്ന് കഴിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളനായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് ദൈവമായ കർത്താവ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധമായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ മർക്കോസ് എവങ്കേലിയോസായിൽ നിന്നും രക്ഷകനുമാകുന്ന യേശു മിശിഹാ തമ്പുരാന്റെ Amen.